ask me what is digital marketing, എല്ലാവർക്കും അറിയാം digital ആണ് marketing ചെയ്യുക, digitally market ചെയ്യുന്ന digital marketing. What how I explain this in like digital marketing has three core pillars. What are those? First one is digital marketing എന്ന് പറഞ്ഞാൽ establishing your digital presence. If you are able to establish your digital presence, that is the one of the part of digital marketing, the core process on. Second one is driving traffic, means traffic generation. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, അവിടെ ആളുകളെ എത്തിക്കണം, കസ്റ്റമറിനെ എത്തിക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്കിൽ. തേർഡ് വൺ, ഈ ട്രാഫിക് മാത്രം എത്തിയാൽ പോരാ, അതിനെ മോണിറ്റൈസ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റണം, അവർക്ക് സെയിൽസ് ചെയ്യാൻ പറ്റണം, അവരോട് എന്തെങ്കിലും വാങ്ങിപ്പിക്കണം. സോ ദീസ് ആർ ദ ത്രീ തിങ്സ്. ഫസ്റ്റ് ഈസ് പ്രസൻസ്, second one is traffic, third one is sales. So that's what I personally feel as a digital marketing. So these are the core places where what we need to learn. Like digital marketing are nammal padikenda enna കാര്യങ്ങളായ how to build your digital presence. That's the first thing. Second thing, how to drive quality traffic, right traffic, necessity based traffic or the perfect traffic for your business. Then third one is how to make profit, how to sales, how to generate sales, how to increase revenue. That is our core purpose. So let's take it one by one നമുക്ക് നോക്കാം. So first is establishing presence. So how you can establish your presence. So let's hide this so that it's easy to one by one go. So first one is website. First one is website. So website, what? Website is നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഡിജിറ്റൽ അഡ്രസ് ആണ്, ഒരു ഡിജിറ്റൽ ഷോപ്പാണ്. ഇപ്പം ഞാനൊരു കട തുറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബുട്ടീക്ക് ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓർത്തോ, സോ എനിക്ക് എന്താ വേണം, ഒരു ഷോപ്പ് വേണം. എവിടെ വേണ്ടേ? ഏറ്റവും ട്രാഫിക് വരുന്ന സ്ഥലത്ത്. സോ ദ സെയിം തിങ്, വെബ്സൈറ്റ് ഇസ് വാട്ട്? ഇറ്റ്സ് എ ഡിജിറ്റൽ ഷോപ്പ്, അവർ ഡിജിറ്റൽ ഹോം, വി കോൾ ഇറ്റ് അവർ ഡിജിറ്റൽ ഓഫീസ്. സോ ടു തിങ്സ് ആണ് വെബ്സൈറ്റിനകത്ത് ബേസിക്കലി വരുന്നത്. ഒന്ന് ഡൊമൈന്, ഒന്ന് ഹോസ്റ്റിങ്. സോ ടു അണ്ടർസ്റ്റാൻഡ്, ഐ ലൈക്ക് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. ലൈക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സിം കാർഡാണ്. സോ നമുക്കൊരു സിം കാർഡിനകത്ത് ബേസിക്കലി എന്താണ്, ആ സിം കാർഡിനകത്താണ് നമ്മുടെ നമ്പർ ഉള്ളത്. സോ വട്ട് എവർ ദ യുവർ നമ്പർ ഈസ് ദാറ്റ്, ആ സിം കാർഡാണ് ആ നമ്പർ മെയിൻലി പറയുന്നത്. സോ ആ സിം കാർഡ് മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു സിം കാർഡ് എടുത്ത് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ സിം കാർഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോണിനകത്തോട്ട് നമുക്ക് ഇടണം. സോ സെയിം ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിം കാർഡ് പോലത്തെയാണ്. സോ ഡൊമൈൻ നെയിം ഉണ്ട്. ഡൊമൈൻ നെയിം ജസ്റ്റ് ഒരു പേര് മാത്രമാണ്. സോ ആളുകൾ ആ നമ്പർ ഇട്ടാൽ, ഈവൻ ദോ ഈ ഡൊമൈൻ ബാക്ക് എൻഡിനകത്ത് നമ്പേഴ്സ് മാത്രമാണ്, ബട്ട് അതിനൊരു സ്ട്രക്ചർ ഡൊമൈനകത്ത് കൊടുത്തേക്കുന്നത്, ലൈക്ക് vipin.com. സോ അങ്ങനത്തെ ഒരു ഡൊമൈൻ നെയിമാണ്. ഡൊമൈൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ആ ഡൊമൈനെ ഹോസ്റ്റ് ചെയ്യണം, ആ സിം കാർഡിനെ ഏതെങ്കിലും ഫോണിനകത്തോട്ട് ഇടണം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹോസ്റ്റിംഗ്. സോ രണ്ട് സാധനം മാത്രമേ ആവശ്യമുള്ള ഒരു ഡിജിറ്റൽ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ഡൊമൈൻ വേണം, ഹോസ്റ്റിംഗ് വേണം. ഈ ഡൊമൈൻ കിട്ടി കഴിഞ്ഞാൽ ഹോസ്റ്റിംഗിനകത്തോട്ട് ഇട്ടാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ അഗെയിൻ ദ സെയിം കോൺസെപ്റ്റ്, വെൻ യു പുട്ട് എ ഡൊമൈൻ ഇൻ ടു എൻ ഹോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് റെഡി. നൗ വെബ്സൈറ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ആവാം, iOS ആവാം, വിൻഡോസ് ആവാം, എന്ത് വേണമെങ്കിൽ നമുക്ക് iOS യൂസ് ചെയ്യാൻ പറ്റും, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് വേർഡ് പ്രസ് ആവാം, ജൂമെല ആവാം, പിന്നെ മെജന്തോ ആവാം, ഷോപ്പിഫൈ ആവാം. അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇങ്ങനത്തെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. PHP ആവാം, HTML ആവാം, .NET ആവാം, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ആപ്പ്. ഐ കൺസിഡർ ഇറ്റ് ആസ് എൻ ആപ്പ്. സോ ഒരു ബേസിക് ലേമാൻ ടേമിനകത്ത് സിം മൊബൈൽ ആപ്സ്. സോ ദാറ്റ് ഈസ് ദ തിങ് ഹൗ വി ആർ ഗോയിങ് ടു യൂസ് ദിസ്. സോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് വന്ന് ഇനി ഡൊമൈൻ വാങ്ങി ഹോസ്റ്റിംഗ് ചെയ്ത് നമ്മൾ അതിനകത്ത് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത്, വേർഡ് പ്രസ് ആണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഈസി ടു യൂസ്. നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത്, ഇനി വേർഡ് പ്രസ്സിനകത്ത് നമുക്ക് പുതിയ ഡിസൈൻസ് അവൈലബിൾ ആണ്, ഒരുപാട് തീംസ് അവൈലബിൾ ആണ്. ആ തീംസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇഫ് ഒരു ലേമൻ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഈസിലി ക്രിയേറ്റ് വെബ്സൈറ്റ് ഫോർ ഫ്രീ. ഓക്കെ, ഇപ്പോൾ ഫ്രീ അല്ല, നിങ്ങളൊരു പൈസ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ക്രിയേറ്റ് 1000-2000 അത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ ദാറ്റ് പീപ്പിൾ ആർ ചാർജിങ് 1 lakh, 2 lakh, 3 lakh. Obviously what their expertization. So അതിനു വേണ്ടിയാണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈസ് യു നീഡ് ടു ഹാവ് യുവർ ഡിജിറ്റൽ പ്രസൻസ്. സോ ദാറ്റ് ഈസ് വെബ്സൈറ്റ്. സോ ഒരു വെബ്സൈറ്റ് എന്തായാലും വേണം. ദാറ്റ് ഈസ് യുവർ ഡിജിറ്റൽ പ്രസൻസിൻ്റെ ഫസ്റ്റ് സെക്ഷൻ.
ദെൻ സെർച്ച് ഇഞ്ചിനകത്ത് നിങ്ങളുടെ പ്രസൻസ് വേണം. സെർച്ച് ഇഞ്ചിനകത്ത് പ്രസൻസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ഇഞ്ചിൻ വാട്ട്, ഗൂഗിൾ, യാഹു, ബിങ്, ഡക് ഡക് ഗോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സെർച്ച് ഇഞ്ചിൻ പറഞ്ഞാൽ ബേസിക്കലി ഒരു നമ്മളെ യെല്ലോ പേജസ് പോലത്തെയാണ്. നമുക്ക് പണ്ട് സമയത്ത് യെല്ലോ പേജസ് ഉണ്ടായിരുന്നു. നമുക്ക് ആളുടെ പേര് നമ്പർ അറിയണമെങ്കിൽ നമ്മൾ യെല്ലോ പേജിനകത്ത് പോയി നോക്കുമായിരുന്നു. സോ അതേപോലെ തന്നെയാണ് സെർച്ച് ഇഞ്ചിൻ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഗൂഗിളിൽ തുറക്കും, ഗൂഗിളിനകത്ത് ടൈപ്പ് ചെയ്യും, ഗൂഗിൾ ടെൽ മീ വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് നിയർ മീ ടു ഗോ ഫോർ ഡിന്നർ ടുഡേ. ഗൂഗിൾ വിൽ ഗിവ് യു an answer. സോ ഹൗ ഗൂഗിൾ ഗോയിങ് ടു ഗിവ് യുവർ നെയിം ദെയർ, എങ്ങനെ നിങ്ങളുടെ പേര് പറയും. സോ ദാറ്റ് ഇസ് ബിസിനസ് മാത്രം ഉണ്ടായാൽ പോരല്ലോ. ലൈക്ക് ബെസ്റ്റ് ബുട്ടീക്ക് നിയർ മീ അല്ലെ ബെസ്റ്റ് ബുട്ടീക്ക് ഇൻ കാലിക്കറ്റ് മാത്രം ചോദിച്ചാൽ പോരല്ലോ, ഗൂഗിളും പറയണ്ടേ. സോ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ. സോ ഹൗ യു ക്രിയേറ്റ് യുവർ പ്രസൻസ്. സോ ഡിജിറ്റൽ എസ്പെഷ്യലി സെർച്ച് ഇഞ്ചിനകത്ത് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു SEO, സെർച്ച് ഇഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ. സെർച്ച് ഇഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ വെരി ഫ്രീ ആണ്, നോ മണി റിക്വയർ, കോമ്പറ്റീറ്റീവ് ആണ്. ബിക്കോസ് ഫ്രീ ആയതുകൊണ്ട് എവ്രി വൺ വാണ്ട്സ് ടു ഡു, എല്ലാവർക്കും അത് ആവശ്യമുണ്ട്. ദെൻ ബേസിക്കലി SEO ഡിവൈഡഡ് ഇൻ ടു 2 പാർട്ട്, വൺ ഈസ് ഓൺ പേജ് ആൻഡ് ഓഫ് പേജ്. ഇതെല്ലാം ബേസിക് ആണ്, നമ്മൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യും കമ്മിങ് ഡേയ്സ്. സോ ഇതിനൊരു ബേസിക് ഒരു പാർട്ട് മാത്രമാണ്, ജസ്റ്റ് ടു ഗിവ് യു എൻ ഐഡിയ വാട്ട് ഈസ് ദിസ്. സോ ഓൺ പേജ് കാണും, ഓഫ് പേജ് കാണും. ഓൺ പേജ് ഇച്ചിരി കൂടെ ടെക്നിക്കൽ ആണ്, ഗൂഗിളിന് വേണ്ടി ചെയ്യുന്ന സെക്ഷൻസ് ആണ്. വേറെസ് ഓഫ് പേജ് ഇസ് മോർ ഇൻ ടു ലൈക്ക് എന്താ പറയുന്നത്, നമ്മൾ സിഗ്നൽസ് ഡ്രൈവ് ചെയ്യുന്നതാണ് ഗൂഗിളിന് വേണ്ടി. സോ വേർഡ് ഓഫ് മൗത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദ മോർ പീപ്പിൾ ലിങ്ക് ബാക്ക് ടു അവർ സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യും. So that is the off-page activity. So these are the things how we get our site in ranking. Second one, search engine അത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും പ്രസൻസ്, സെർച്ച് ഇഞ്ചിൻ മാർക്കറ്റിംഗ്. ഗൂഗിളിനകത്ത് ആഡ്സ് ചെയ്തിട്ട് ഗൂഗിളിന് നേരെ പൈസ കൊടുക്കുക, നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിനകത്ത്, അതായത് ആരെങ്കിലും എന്ത് ബിസിനസ് കീവേഡ്സ് നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് ആയിരിക്കും ടോപ്പിൽ വരാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ആഡ്സ്. ദെൻ തേർഡ് വൺ ഈസ് ലോക്കൽ SEO. ഇപ്പം നിങ്ങളുടെ ബിസിനസ് ലോക്കൽ ആണെങ്കിൽ നമുക്ക് ലോക്കലി ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇപ്പോൾ മൊബൈലിലെല്ലാം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ മാപ്പ് എല്ലാം കാണാൻ പറ്റും. സോ അതെല്ലാം എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പ്ലേസസ്, ദീസ് ആർ ദ തിങ്സ് ഹൗ യു ഓപ്റ്റിമൈസ് യുവർ സെർച്ച് ഇഞ്ചിൻ. സെർച്ച് ഇഞ്ചിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. ദെൻ കംസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അഗെയിൻ, സോഷ്യൽ മീഡിയയിൽ ഫ്രീ സാധനങ്ങളുണ്ട്, ലൈക്ക് ഗ്രൂപ്പ്സ്, ലൈവ് പോവാം, നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, ക്രിയേറ്റീവ് ഇടാം, കണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കാം, ഗ്രൂപ്പ്സ് മാനേജ് ചെയ്യാം, ലൈവ് പോവാം, ഈവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം എന്താണ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേ ടൈമിൽ സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് ലൈക്ക് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും, പുഷ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരുപാട് സെക്ഷൻസ് ആണ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതെല്ലാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ട് എന്ന് അറിയിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാണ്. വാട്ട് ആർ ദ കണ്ടന്റ് ടൈപ്പ് യു ക്യാൻ യൂസ് ടു ക്രിയേറ്റ് യുവർ ഡിജിറ്റൽ പ്രസൻസ്. വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, ഓഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, റൈറ്റിംഗ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും ലൈക്ക് കോപ്പി റൈറ്റിംഗ്. ദെൻ ഇമേജ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും ലൈക്ക് ഇൻഫോഗ്രാഫിക്സ്, അങ്ങനത്തെ സെക്ഷൻസ്. സോ ദീസ് ആർ ദ തിങ്സ് ഹൗ യു ക്യാൻ ബിൽഡ് യുവർ ഡിജിറ്റൽ പ്രസൻസ്. സോ നമുക്ക് ഇതെല്ലാം ആക്ച്വലി പഠിക്കേണ്ടത്. സോ വി നീഡ് ടു ലേൺ വാട്ട് ഈസ് വെബ്സൈറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, how to do SEO, how to do SEM, how to do local SEO, how to do social media, how to do free social media, how to paid social media, എങ്ങനെ content ഉണ്ടാക്കാം, video content, audio content, writing content, image content. These are all the things you need to learn to establish your digital presence. So that is the first thing. Okay, ഇപ്പോൾ നമ്മുടെ digital presence is ready. Now we are ready to go. Next step, traffic. So നമുക്ക് digital presence ആയി, ഇനി നമുക്ക് എന്താ വേണ്ടത്, കസ്റ്റമേഴ്സ് ആണ് വേണ്ടത്. സോ 2 types ഓഫ് ട്രാഫിക് സെക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഇന്റർണൽ ലൈക്ക് അവർ ഓൺ ഡാറ്റാബേസ്, രണ്ടാമത്തെ എക്സ്റ്റേർണൽ. സോ ഇന്റർണൽ ട്രാഫിക്കിനെ ബേസിക്കലി നമ്മൾ എന്താ പറയുന്നത്, ലൈക്ക് ഇമെയിൽ ആവാം, ചാറ്റ് ബോട്ട്സ് ആവാം, SMS ആവാം, വാട്സാപ്പ് ആവാം. സോ ദീസ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുന്നത് ഇന്റേർണൽ ട്രാഫിക് ജനറേഷനാണ്. സോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മളൊരു 100 പേർക്ക് ഒരു കൂടെ മെസ്സേജ് ഇട്ട് 253 അല്ല 256 സംതിങ് ആണ് ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് ലിമിറ്റേഷൻസ്. ഇപ്പം ടെലിഗ്രാം ആണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മോർ ദാൻ 50,000 പീപ്പിളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മെസ്സേജ് ഇട്ട് സഡൻ ആയിട്ട് എല്ലാവരും വെബ്സൈറ്റിനകത്തോട്ട് വന്ന സാധനം വാങ്ങിയിട്ട് പോയി. സോ ദാറ്റ് ഈസ് ലൈക്ക് ഇന്റേർണൽ ട്രാഫിക് ആണ്, വിച്ച് യു ക്യാൻ ബിൽഡ് ഇൻ എ ലോങ് റൺ. സെക്കൻഡ് വൺ ഈസ് എൻ എക്സ്റ്റേർണൽ ട്രാഫിക് സോഴ്സസ്. സോ എക്സ്റ്റേർണൽ ട്രാഫിക് സോഴ്സസ് ഞാൻ ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 ഈസ് ഈസി ആണ്, ലെവൽ 2 ഇച്ചിരി കൂടെ ടഫാണ്, ലെവൽ 3 ഇച്ചിരി കൂടെ ടഫാണ്. ആ ലെവലാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്തത്. സോ ലെവൽ 1 ലൈക്ക് ഇൻഫ്ലുവൻസ് മീഡിയ, ലൈക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബിനകത്ത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ, കറക്റ്റ് വേർഡ് അതാണ്, സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ. ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ. ഓക്കെ, സോ ഇവരെല്ലാം എന്താണ്, ഒരുപാട് പേര് ഇവരെ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം ഒരു നമുക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, സോ ഇഫ് മോഹൻലാൽ അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടി സാർ വന്നിട്ട് ജസ്റ്റ് പറയാം ഈ പ്രോഡക്റ്റ് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് അവരെ ഫോളോ ചെയ്യുന്നവർ ആ സാധനം വാങ്ങാൻ തുടങ്ങും.
So that is influencer marketing. They are big stars. Okay, but ഇപ്പൊ എന്താണ്, ത്രൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ത്രൂ ഇൻസ്റ്റാഗ്രാം, ത്രൂ ടിക്ടോക്ക്, ത്രൂ യൂട്യൂബ് ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ട്. സോ ടെക് ഇൻഡസ്ട്രീനെ നോക്കിയാൽ നമുക്ക് ടെക്നിക്കൽ ഗുരുജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സോ ഹീസ് എ ടെക് എക്സ്പേർട്ട്. അയാൾ പറയുന്ന ആളുകൾ ഒരുപാട് പേര് ഫോളോ ചെയ്യും. ദേ ഗോ ആൻഡ് ബൈ. ബ്രാൻഡ്സ് ആർ റീച്ചിങ് ടു ദം. ലൈക്ക് ഇപ്പം OnePlus ആയി, അല്ലെ പിന്നെ ഐഫോൺ ആയി, അവർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ അവരെ റീച്ച് ചെയ്തിട്ട് പറയും, സർ വിൽ യു ഡു ദിസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. സോ ദീസ് ആർ ദ തിങ്സ്. ലൈക്ക് ഇപ്പം നമ്മൾ khatabook.com, ഇപ്പം നിങ്ങൾ അറിയാം, ഖാത്താബുക്ക് ഒരു ആപ്പാണ്. അവർ മാക്സിമം പ്രൊമോഷൻ ചെയ്തേക്കുന്നത് എന്താ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴിയാണ് അവരുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ടിക്ടോക്ക്, ബേസിക്കലി ടിക്ടോക്ക് പീപ്പിളിനായിരുന്നു അവർ യൂസ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സോ വെരി ഈസിയാണ്. യു ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ പേഴ്സൺ, അവരെ റീച്ച് ചെയ്യുക, എത്ര പേയ്മെൻറ്റ് എടുക്കും, ഓക്കെ അവർ പേയ്മെൻറ്റ് പറയും, they will ready, they create a video and you can publish on your platform and start running ad. Quick traffic, 24 hours nath easily traffic generate cheyan pattuna. Social media traffic, social media le Facebook, Instagram, LinkedIn, Pinterest, YouTube, ഒരുപാട് സോഷ്യൽ മീഡിയ ട്രാഫിക് യു ക്യാൻ ക്രിയേറ്റ്. സെർച്ച് മീഡിയ ട്രാഫിക്, സെർച്ച് എഞ്ചിനകത്ത് ഗൂഗിളിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാം, ബിങ് ട്രാഫിക്, യാഹു ട്രാഫിക്, അങ്ങനത്തെ ഒരുപാട് സെർച്ച് എഞ്ചിനകത്ത് നിന്ന്. ദെൻ ഡിസ്പ്ലേ മീഡിയ, ബാനർ ആഡ്സ്, വീഡിയോ കണ്ടന്റിനകത്ത് നിന്ന് ട്രാഫിക് ആഡ്, ഇതെല്ലാം നമുക്ക് എന്താ പറയുന്നത്, ഈസി ടു ഗോ ആണ്. സോ വെരി ഈസി ടു ഫൈൻഡ്. സെക്കൻഡ് സ്റ്റേജ് ഇസ് ആൾ അബൌട്ട് ഇച്ചിരി കൂടെ അഡ്വാൻസ് ആണ്, റീമാർക്കറ്റിംഗ് ട്രാഫിക്. സോ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയി ആമസോണിനകത്ത്, ബട്ട് അത് ഞാൻ പർച്ചേസ് ചെയ്തില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നു, പിന്നെ വേറെ ഏത് വെബ്സൈറ്റിനകത്ത് പോയാലും ആ പ്രൊഡക്റ്റ് എന്നെ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് റീമാർക്കറ്റിംഗ്, റീടാർഗറ്റിംഗ് ഓർ റീമാർക്കറ്റിംഗ്. 2 words people use it to communicate. സോ ബേസിക്കലി അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ഗിവ്സ് ആസ് എൻ ഐഡിയ. ഓക്കെ, ഇയാളിത് കണ്ടിട്ട് പോയാണ്. ബേസിക്കലി ഇറ്റ്സ് വർക്ക്സ് ഓൺ ദ കുക്കി ബേസ്. നമ്മൾ ഇതെല്ലാം എന്താ സംസാരിക്കും. സോ കുക്കീസ് ആണ്, ആ കുക്കീസ് നമ്മുടെ ബ്രൗസറിനകത്ത് സേവ് ആവും, അതിൻ്റെ അടുത്താണ് ഈ ആഡ് നമ്മൾ കാണുന്നത്. സോ യു വിൽ ബി ഗെറ്റ് റീടാർഗറ്റഡ്. സോ ദാറ്റ് ഈസ് റീമാർക്കറ്റിംഗ് ആഡ്. സോ ഇതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ട്രാഫിക് ഡ്രൈവ് ചെയ്യണം. ട്രാഫിക് ഡ്രൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് സിനാരിയോസ് വരും. പിന്നെ CPA ട്രാഫിക്. CPA ഇസ് കോസ്റ്റ് പെർ ആക്ഷൻ ഓർ അക്വസിഷൻ. മീൻസ് നിങ്ങൾക്ക് ഒരാൾക്ക് പേയ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, വെൻ ദേ ജനറേറ്റ് സെയിൽസ്. സോ ദാറ്റ് ഈസ് CPA ട്രാഫിക് ബേസ്ഡ് മീഡിയ. തേർഡ് വൺ ഈസ് മീഡിയ ബൈങ്, വേർ യു വിൽ ഗോ ആൻഡ് ബിഗ് വെബ്സൈറ്റിനകത്ത് തന്നെ, അവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ സ്പേസ് വാങ്ങുക. ലൈക്ക് യു ക്യാൻ ഗോ ടു മനോരമ ആൻഡ് ഹോം പേജിനകത്ത് ഒരു ബാനറിന് വേണ്ടി സ്പേസ് വാങ്ങുക. ദാറ്റ് കംസ് അണ്ടർ മീഡിയ ബൈങ്. So these are like traffic generation platforms. So these all things we need to learn. We need to learn how to create digital presence. We need to learn how to create traffic generation. മൂന്നാമത്തെ, now let's get into the sales revenue. Okay, so monetization, I call it monetization, how to make money with this. So 3 things. Like ഇപ്പോൾ 3 പൊസിഷൻ ആവാം നിങ്ങളുടെ. ഒന്ന്, നിങ്ങൾ ഒരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ്. So how you can use digital marketing to build your career. Second, ഒരു ബിസിനസ് ഓണർ ആവാം. സോ ഹൗ ദേ ക്യാൻ ഇംപ്രൂവ് ദിയർ ബിസിനസ്. തേർഡ്, യു ക്യാൻ ബി എ ഡിജിറ്റൽ ഇൻഫോപ്രനർ ഓർ എൻ്റർപ്രനർ. സോ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ എൻ്റർപ്രനർ ആവാൻ പറ്റും. സോ ദീസ് ആർ ദ 3 criteria you can use these digital things to optimize it, monetize it. So career, very simple. You can start working somewhere, full time job, ഒരു കമ്പനിയിൽ പോയിട്ട് ജോബ് ചെയ്യുക. എങ്ങനെയാണ് SEO ചെയ്യേണ്ടത്, എങ്ങനെയാണ് SEM ചെയ്തിട്ട് അവരുടെ കമ്പനിയിൽ അത് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ വൺ ഈസിയസ്റ്റ് വേ. Second one is freelancing. You can start giving service to as a freelancer. Business owner ആണെങ്കിൽ purely branding and increasing your sales. So advertisement run ചെയ്യുക, branding create ചെയ്യുക. So how you can do, you can increase sales. Whereas ഇപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ എൻ്റർപ്രനർ ആവാൻ മാറുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ you can start building your affiliate commission. Like നിങ്ങൾ affiliate marketing എന്ന് പറഞ്ഞാൽ when you promote other people's product, when a sales happen, അവർ നിങ്ങൾക്ക് പൈസ തരും. So best example പറയുകയാണെങ്കിൽ യൂട്യൂബിനകത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം, ഏതൊരു പ്രോഡക്റ്റ് അതിൻ്റെ റിവ്യൂ ജസ്റ്റ് ഇട്ടാൽ മതി. ലൈക്ക് മാക്ബുക്ക് റിവ്യൂ, അല്ലെ മാക്ബുക്ക് എയർ റിവ്യൂ, അല്ലെ പിന്നെ മാക്ബുക്ക് പ്രോ റിവ്യൂ, അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് വരും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ വെനെവർ ദേ ഡു റിവ്യൂ ദേ ടെൽ ദാറ്റ് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ആമസോണിൻ്റെ നമ്മുടെ കണ്ടന്റിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് അതിനെ ചെക്ക് ചെയ്യുക. Why they say that? Because when you go and click that Amazon link, ആമസോണിനകത്ത് പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ they get a commission. So that is the commission point. So that is affiliate marketing. So it's not only Amazon, most of the e-commerce do that. Flipkart do that, eBay do that. So most of the e-commerce sales in option on affiliate marketing. Not that product only, softwares ഉണ്ട്, tools ഉണ്ട്, courses ഉണ്ട്, ഇതെല്ലാം affiliate നകത്തോട്ട് include ആവുന്ന sections ആണ്. So that is the like എന്താ പറയുന്നത് affiliate commissions. Then ഡിജിറ്റൽ ഉണ്ട്,
Physical under 2 types of affiliate commission you can generate. So digital example ആണ് like course hosting software 50 plus commission. നിങ്ങൾക്ക് ഒരുപാട് കമ്മീഷൻസ് കിട്ടും. ഇത് നല്ല ഇപ്പം ചില ഡിജിറ്റൽ കോഴ്സ് $1,000, $2,000, $3,000 വരെ വരും. അതിനകത്ത് 50% നിങ്ങൾക്ക് തരും. ലൈക്ക് 1,100, so around 1 lakh ഒരു കോഴ്സ് സെല്ലായാൽ. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ലൈക്ക് ക്ലിക്ക് ഫനൽ 6,000 അറൗണ്ട് ആണ് അതിന് കോസ്റ്റ് വരുന്നത്. 3,000 അവർ സെൽസ് കൊടുക്കുന്നവർക്ക് തരും. അതും ഒരു മാസമല്ല, എല്ലാ വട്ടം അയാൾ റിന്യൂ ചെയ്യുകയാണെങ്കിൽ മാസം തരും. സോ യു ജസ്റ്റ് അസ്യൂം ദാറ്റ് നിങ്ങൾക്ക് ഒരു 1000 പേര് ക്ലിക്ക് ഫനൽ ജോയിൻ ചെയ്താൽ മതി നിങ്ങളുടെ വഴി. ഓരോ പേർക്ക് 3,000 രൂപ നിങ്ങൾക്ക് കിട്ടും. 1000 into 3,000. യു ജസ്റ്റ് തിങ്ക് ദാറ്റ് മച്ച് മണി വിതൗട്ട് ഡൂയിങ് എനിത്തിങ് യു ക്യാൻ ഡു. One of my mentor does that. Okay, so then physical Amazon affiliate, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് affiliate, where physical products. So ഈ physical products ഇപ്പം നമ്മൾ ഈ ക്യാമറയോ അല്ലെങ്കിൽ പിന്നെ ഈ ലൈറ്റോ അല്ലെങ്കിൽ പിന്നെ സിസ്റ്റമോ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം, ബിക്കോസ് പ്രൊഡക്റ്റ് ഹാസ് സംതിങ്. വേറെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൺസ് ക്രിയേറ്റഡ് അവർക്കത് എന്താ പറയുക ഒരു മാക്സിമൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ദാറ്റ് ഇസ് ദ തിങ് യു ഗെറ്റ് മോർ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ആഡ് റവന്യൂ. ആഡ് റവന്യൂ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് ആവാം, ഫേസ്ബുക്ക് ആവാം, നേറ്റീവ് ആഡ്സ് മോണിറ്റൈസേഷൻ ആവാം, ബ്ലോഗിംഗ് ആവാം. ഇതെല്ലാം ബേസിക്കലി എന്താണ് പറഞ്ഞാൽ ആഡ്സ് റവന്യൂ ആണ്. ഇപ്പം നമ്മൾ ഗൂഗിളിനകത്ത് കൊടുക്കുന്ന ആഡ്സ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിനകത്ത് കാണിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനകത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഓണർ ആയാലും അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഓണർ ആയാലും ഗൂഗിൾ നമുക്കൊരു ചെറിയ പൈസ തരും ആഡ്സെൻസ് വഴി. അതായിരിക്കും നമുക്ക് ഒരു ആഡ്സ് റവന്യൂ വരുന്നത്. സോ അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നല്ല ട്രാഫിക് ആണെങ്കിൽ നമ്മൾ മീഡിയ ബൈങ്ങിൽ സംസാരിച്ച പോലെ ആളുകൾ വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് തന്നെ സ്പേസ് വാങ്ങും. സോ ദാറ്റ് ഈസ് ഓൾസോ എന്താ പറയുന്ന ഒരു റവന്യൂ സോഴ്സ് ആണ്, ആഡ് സോഴ്സ്. അതേപോലെ തന്നെ നേറ്റീവ് ആഡ്സ് നമുക്ക് വെബ്സൈറ്റിൻ്റെ താഴെയെല്ലാം നമുക്ക് സ്പേസ് കൊടുക്കാം. സോ ദാറ്റ് ഇസ് ദ തിങ്. തേർഡ് വൺ ഈസ് ഡയറക്റ്റ് സെയിൽസ്. യു ക്യാൻ write your ebook, you can start drop shipping, you can start POD, you can start your own course, digital course, and start selling to people. So that is the thing how you can become a digital entrepreneur. So there is so much opportunity learning digital marketing. Digital marketing ഒരു കമ്പനിക്ക് വേണ്ടി ഒരു കരിയറിന് വേണ്ടി മാത്രമല്ല, it's also for your entrepreneurship journey. You can like anything, like ഇപ്പം നിങ്ങൾക്ക് ഒരു ഹൗസ് വൈഫ് ആവാം, നിങ്ങളൊരു റിട്ടയർഡ് പേഴ്സൺ ആവാം, യു ഓൾറെഡി വർക്കിംഗ് ആവാം, അല്ലെങ്കിൽ യു ഓൾറെഡി ആണ് സ്റ്റുഡൻറ് ആവാം, സ്റ്റിൽ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഡോണ്ട് റിക്വയർ എനി കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻസോ അപ്രൂവലോ. യു ഡോണ്ട് റിക്വയർ എനിത്തിങ്. യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം day one. So that is the monetization part, how you can monetize your skill. So these are the 3 basic things. If you ask me what is digital marketing, these 3 things you need to be expert. You have finished your digital marketing. So ഈ 3 സാധനമാണ് നിങ്ങൾക്ക് മെയിൻലി ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് പഠിക്കേണ്ടത്. Hope you got in a picture what are the things you need to learn in digital marketing. I will be covering one more session where like നമുക്ക് എന്താണ് സിലബസ് എങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. We will discuss that. But this is the basic things what you need to learn. Now let's talk about some Q&A. Okay, so ഒരുപാട് പേര് ഇത് ഡൗട്ട് ഉള്ളതാണ്. So let's just finish this Q&A because I think like personally I have done like more than 1,000, 2,000 plus interviews. So I have always find this kind of questions. So അതിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. So maybe നിങ്ങൾക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. So let's discuss that and finish it out. So see you in questions.